ഈ ഒരു എമർജൻസി ലൈറ്റാണ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ടത്. പല എമർജൻസി ലൈറ്റും പല പോലെ ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കേട് വന്ന ഒരു എമർജൻസി ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്കതെങ്ങനെ ശരിയാക്കിയെടുക്കാം. ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ഒരു എമർജൻസി ലൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതിൽ നമ്മുടെ പവർ പ്ലഗ് എന്തെയാണ് ഈ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണുന്നത്. ഇത് മറ്റൊരു എമർജൻസി ലൈറ്റാണ്. ഇപ്പോൾ ഇതിൽ പവർ കേബിൾ എന്താണ് അറ്റാച്ച് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ നമ്മളെ പവർ കേബിൾ കോഡ് സെപ്പറേറ്റ് ആയിട്ട് ആണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. ഇത് രണ്ടും കേട് വന്നിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് റിപ്പയർ ചെയ്യണം. അതെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പവർ കേബിൾ കോഡ് തന്നെയാണ്. അതിന് മുന്നേ ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ ഞാൻ സപ്ലൈ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ LED പാനലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ മറ്റേ സൈഡിൽ നമുക്ക് ഇവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഗ്ലോ ചെയ്യുന്നത് കാണാം. ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡിമ്മർ സ്വിച്ചൊക്കെ അവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ലൈറ്റൊക്കെ ഗ്ലോ ആവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, എത്ര കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു എമർജൻസി എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എമർജൻസി കത്തുന്നില്ല. അതാണ് ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, കണ്ടോ, ഇത് കത്തുന്നില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ. നേരത്തെ കാണിച്ച ഈ ഒരു എമർജൻസി ലൈറ്റും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പ്രശ്നം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ്നസ് കൂട്ടുന്ന സമയത്ത് ഓഫായി പോവുക, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒന്നിലിടുന്ന സമയത്ത് ഇത് കത്തും, പക്ഷേ അതേസമയം അത് രണ്ടിലിടുന്ന സമയത്ത് അത് ഓഫായി പോവുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് ഇതിൻ്റെ ബാറ്ററിയുടെ പ്രശ്നമാണ്. ബാറ്ററിയിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ആരുടെയെങ്കിലും എമർജൻസി ലൈറ്റ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവരാദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ഒന്നുമല്ല, അവരാദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഏതൊരാൾക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ പവർ കേബിളാണ്. ആ പവർ കേബിൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പവർ കേബിൾ ചെക്ക് ചെയ്തിട്ട് പവർ കേബിളിന് കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അതെന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഒരു പവർ കേബിൾ ചെക്ക് ചെയ്യാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു മൾട്ടിമീറ്റർ എടുത്ത് കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ ഇടുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ പവർ കേബിളിൻ്റെ പ്ലഗിൻ്റെ ഒരു എൻഡ് ഇപ്പോൾ ഫേസിലോ ന്യൂട്രലോ ഏതെങ്കിലും ഒരു ടെർമിനലിൽ കൊടുക്കുക. അതേസമയം നമ്മൾ ചാർജ് ചെയ്യുന്ന പോർട്ടലിൻ്റെ ആ ഒരു ഹോളിൽ ഒരു പ്രോബ് അതിലും വെക്കുക. ഈ രണ്ട് പ്രോബും ഓരോന്ന് സെപ്പറേറ്റ് ആയി വെച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബസർ റിങ് ചെയ്യുന്നുണ്ടോ നോക്കുക. ബസർ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ, വയറിൽ ബ്രേക്ക് ഇല്ലെങ്കിൽ ആ ഒരു കേബിൾ ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ കണ്ടിന്യൂറ്റി കാണിക്കുന്നില്ലെങ്കിൽ ആ കേബിൾ കേട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അത്തരം കേസിൽ ആ കേബിൾ വേഗം പോയിട്ട് റീപ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു എമർജൻസി ലൈറ്റിൻ്റെ കേസിൽ കേബിളിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതില്ല. കാരണം നമ്മൾ ഇവിടെ പവർ സപ്ലൈ കൊടുത്ത സമയത്ത് നിങ്ങൾ കണ്ടതാണ് അവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഗ്ലോ ചെയ്തത്. അത്തരം കേസിൽ പവർ കേബിൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഈ ഒരു എമർജൻസി ലൈറ്റ് അയച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്ത നമ്മുടെ പണി എന്നുള്ളത്. അപ്പോൾ ഇതിൽ 5 സ്ക്രൂ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പ്രോപ്പർ ടൂൾസാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർ ടൂൾസ് ഇല്ലാതെ ഒരാൾക്കും ഒരു ഇലക്ട്രോണിക്സ് ഉപകരണം തുറക്കാൻ കഴിയില്ല എന്ന്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഈ സ്ക്രൂ ഒന്നും എന്ത് ചെയ്ത് കളയരുത് എന്നുള്ളത്. അപ്പോൾ ഈ സ്ക്രൂ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഒരു കവറിലിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പൗച്ചിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഊരിയെടുക്കാം. അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്പർ കേസ് മാത്രമാണ്. ഏതൊരു എമർജൻസി ലൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു ബാറ്ററി, ഒരു സർക്യൂട്ട് ബോർഡ്, ഇതേപോലത്തെ ഒരു LED പാനൽ, പിന്നെ എൻ്റെ സ്വിച്ച്, ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ,
അത് അത്രയും പാർട്സാണ് ഇതിൽ സാധാരണ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു ബാറ്ററി 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയും ഒരു സർക്യൂട്ട് ബോർഡും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഒരിക്കലും ഒരാൾ ഓപ്പൺ ചെയ്ത ഉടനെ ഒരു മൾട്ടിമീറ്റർ എടുത്തുകൊണ്ട് നേരെ പോയി ഈ സർക്യൂട്ട് ബോർഡിലൊന്നും പോയി അതിൻ്റെ പ്രോബൊക്കെ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. അത് ഷോർട്ടായി പോവും. ഒരിക്കലും ബാറ്ററി റിലീസ് ചെയ്യാതെയോ സപ്ലൈ കൊടുത്തിട്ടോ മൾട്ടിമീറ്റർ കൊണ്ട് ബോർഡിൽ ആദ്യം തന്നെ പോയി ചെക്ക് ചെയ്യരുത്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു ബാറ്ററിയാണ്. ഒരു ബാറ്ററി ആദ്യം പുറത്തെടുത്ത് ഒരു മൾട്ടിമീറ്റർ എടുത്ത് DC 20 ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്ററിക്കകത്ത് എത്ര വോൾട്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് ആദ്യം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് നോക്കാം ഇവിടെ എത്ര വോൾട്ടാണ് കാണിക്കുന്നത് നോക്കാം. ഇതൊരു 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4.15 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഈ ബോർഡിൻ്റെ ഈ ഒരു ബാറ്ററിയുടെ ഒരു ടെർമിനൽസിലോട്ട് പ്രോപ്പറായിട്ട് വോൾട്ടേജ് വരാത്തത് കൊണ്ടാവാം ഈ ബാറ്ററിയിലേക്ക് ചാർജ് കയറാത്തത്. ഇപ്പോൾ ഇതിൽ 6 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. ഇതൊരിക്കലും 5.5 വോൾട്ടിൻ്റെ ഒക്കെ താഴെ വന്നാൽ തന്നെ ഇതിൻ്റെ അർത്ഥം ഈ ഒരു LED ബൾബ് ഗ്ലോ ചെയ്യില്ല. മൊത്തം 0% ആയിട്ടുണ്ട് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ലെവൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് സപ്ലൈ കൊടുത്ത് ഇതിൽ ബാറ്ററിയിൽ വോൾട്ടേജ് കൂടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സപ്ലൈ കൊടുത്തിട്ട് ചെക്ക് ചെയ്തപ്പോഴും വലിയ മാറ്റമൊന്നും കാണിക്കുന്നില്ല അല്ലേ. 4.12 എന്നുള്ളത് ഇപ്പോൾ 4.5 ആയി. അത്ര ചെറിയൊരു മാറ്റമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു മൾട്ടിമീറ്റർ ഓഫ് ചെയ്ത് സപ്ലൈ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ ടെർമിനൽസിലോട്ട് എത്ര വോൾട്ടാണ് വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബോർഡിൽ നിന്ന് എത്ര വോൾട്ടാണ് ബാറ്ററിയിലോട്ട് വരേണ്ടതെന്ന് ചെക്ക് ചെയ്യാം. ഒരു 6 വോൾട്ടിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ അതിൽ കൂടുതൽ വോൾട്ടേജാണ് വരേണ്ടത്. അത് ഈ ഒരു സർക്യൂട്ട് ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നേരെ പോയിട്ട് ബോർഡിൽ പോയി അത് ചെക്ക് ചെയ്യരുത്. ആദ്യം ഈ ഒരു ബാറ്ററി റിലീസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ അകത്ത് നോക്കിയാൽ ഇപ്പോൾ പല ബാറ്ററി പല പോലെ ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ റിലീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിൻ്റെ മറ്റേ എൻഡ് നോക്കാം. മറ്റേ എൻഡ് കണ്ട അവിടെ ഒരു ക്ലിപ്പ് ഉണ്ട്, അത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ബോർഡ് അതിൽ നിന്ന് സ്ക്രൂ അയക്കാതെ തന്നെ ഊരിയെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ 2 സ്ക്രൂ ഉണ്ട് ഈ ബോർഡിൽ. ഏതൊരു ബോർഡ് എടുത്താലും അതിലൊക്കെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്ക്രൂ എടുക്കുന്ന നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഈ സ്ക്രൂവിൻ്റെ ടിപ്പ് ഈ ഒരു ബോർഡിൽ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്താൽ അത് ഷോർട്ട് സർക്യൂട്ടായി ആ ബോർഡ് കംപ്ലീറ്റ് ഷോർട്ടായി ആ ബോർഡ് പിന്നെ ഒന്നിനും പറ്റില്ല. ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളത് വലിയ കംപ്ലൈൻ്റായി നമുക്ക് നന്നാക്കാൻ ബുദ്ധിമുട്ടായി വരും. സോ അങ്ങനെയൊന്നും ചെയ്യരുത്. ശ്രദ്ധിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. നമുക്ക് ഈ ഒരു ബോർഡ് ഇവിടെ നിന്ന് അയച്ചെടുക്കാം. അപ്പോൾ ഈ ബോർഡ് അയക്കുന്നതിന് മുന്നേ തന്നെ എനിക്ക് എന്ത് ചെയ്തു, ഈ ബാറ്ററി ഇവിടെ നിന്ന് റിലീസ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററി സെപ്പറേറ്റ് ആയി ചെക്ക് ചെയ്യാം. അതേപോലെ ഈ ഒരു ഇതിൽ എത്ര വോൾട്ടാണ് കിട്ടുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ഒരു ബോർഡിൽ എത്ര വോൾട്ടാണ് ഈ ബാറ്ററിയിലോട്ട് വരുന്നതെന്ന് കൂടി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ ചെറിയ ട്രാൻസ്ഫോമറൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളവർ. അതേപോലെ നമ്മൾ സ്വിച്ച്, അതേപോലെ നമ്മുടെ LED വയേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് അറിയാം ഈ ബാറ്ററി നമ്മൾ പ്ലേസ് ചെയ്തിരുന്ന ആ ഒരു സ്ലോട്ട് അല്ലേ, ഈ ഒരു പാർട്ടിലായിരുന്നു ബാറ്ററി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 2 പിന്ന് നമുക്ക് കാണാം. ഈ 2 പിന്നിൽ എത്ര വോൾട്ടാണ് കിട്ടുന്നത് നോക്കാം. അത് 6 വോൾട്ടിൻ്റെ കൂടുതലില്ലെങ്കിലോ അല്ലെങ്കിൽ അതൊരു 20 30 വോൾട്ട് ആണെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ ബോർഡ് കേട് വന്നിട്ടുണ്ട്. അത് ഒരു കറക്റ്റ് ഒരു 6 to 8 ഇടയ്ക്ക് വരണം ആ വോൾട്ടേജ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്താണ് സർക്യൂട്ട് ബോർഡിന് കംപ്ലയിൻ്റ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ എത്ര വോൾട്ടാണ് കിട്ടുന്നത് നോക്കാം. ഇപ്പോൾ DC 20 ഞാൻ ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 7.3 7.2 അതിൻ്റെ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ കുഴപ്പമില്ല. ഒരു 8 വോൾട്ടിൻ്റെ താഴെയും 6 വോൾട്ടിൻ്റെ മുകളിലുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു 6 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ പ്രോപ്പറായിട്ടുള്ള വോൾട്ടേജാണ് സർക്യൂട്ട് ബോർഡിൽ നിന്ന് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്യൂട്ട് ബോർഡിന് കംപ്ലയിൻ്റ് ഇല്ല എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു 30 20 40 വോൾട്ടൊക്കെ വരുന്ന വെച്ചെങ്കിൽ ഉറപ്പിച്ചോ സർക്യൂട്ട് ബോർഡിൽ ഏതെങ്കിലും ഒരു കപ്പാസിറ്ററോ റെസിസ്റ്ററൊക്കെ കംപ്ലയിൻ്റ് ആയി പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അങ്ങനത്തെ കേസൊന്നുമില്ല. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മളിവിടെ പ്രോപ്പറായിട്ട് വോൾട്ടേജൊക്കെ നമുക്ക് സർക്യൂട്ട് ബോർഡിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററിൻ്റെ കേസിൽ ഇപ്പോൾ ഇവിടെ 4.2 ഉള്ളത് 4.5 4 ആ റേഞ്ചിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി കേടുന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധാരണ ഒരു ലെഡ് ആസിഡ് ബാറ്ററി 5.5 ഡൗൺ ഒക്കെ ആയി കഴിഞ്ഞാൽ അത് മൊത്തം ചാർജ് കഴിഞ്ഞു എന്നർത്ഥം. ഇതിപ്പോൾ ചാർജ് ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ചാർജ് ആവാത്ത ഈ ബാറ്ററി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബാറ്ററി ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്.
അല്ലെങ്കിൽ ബാറ്ററി റിപ്പയർ ഒക്കെ ചെയ്യണം. അതൊക്കെ ഇപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ബാറ്ററി ഇതേപോലത്തെ ഒരു ബാറ്ററി ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ബാറ്ററി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ബാറ്ററിയിൽ 5 വോൾട്ടോ അതിനൊക്കെ താഴെയാണെങ്കിൽ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഈ ബാറ്ററി ഡൗൺ ആയതാണ്, അപ്പോൾ പുതിയൊരു ബാറ്ററി ഇതുപോലത്തെ ഒരു ബാറ്ററി കൊടുന്ന് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ 6 വോൾട്ടിൻ്റെ മറ്റൊരു ബാറ്ററിയാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ നോക്കിയാൽ ഇത് ചാർജ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 5.85 എന്നൊക്കെയാണ് കാണിക്കുന്നത്. അതായത് 30% ചാർജ് ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഒരുപാട് നേരം കുത്തി വെക്കണം. ഇത് ഒരുപാട് മുന്നേ നമ്മൾ ഉപയോഗിച്ചതായിരുന്നു. ഇത് കണ്ടത് 4.2 വോൾട്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. 5 വോൾട്ട് 5.5ൻ്റെ ഡൗൺ ആയി തന്നെ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. സോ ഈ ബാറ്ററി ഇപ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. നമുക്ക് പുതിയ ഈ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഈ ബാറ്ററി ഒന്ന് വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ഡീസോൾഡർ 2 വയർ ഡീസോൾഡർ ചെയ്തെടുക്കണം. അതിനുശേഷം മറ്റേ ബാറ്ററി ഇങ്ങോട്ട് ഈ വയർ നമുക്ക് എടുത്തിട്ട് ആ പുതിയ ബാറ്ററിയിലോട്ട് കൊടുക്കാം. വയറിൻ്റെ ഉള്ളിൽ ഒരു സ്ലീവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി വേറെ എവിടെയും ടച്ച് ആവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സ്ലീവ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. സ്ലീവ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ റബ്ബറിൻ്റെ സ്ലീവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ബാറ്ററി വെച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ എമർജൻസി ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാം. മുന്നേയുള്ള പോലെ തന്നെ കത്തുന്നുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കത്തുന്നുണ്ട്. ഇപ്പോൾ ബോർഡിന് കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ബാറ്ററി ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ആർക്കും ഇങ്ങനത്തെ കംപ്ലയിൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്നതാണ്. നമുക്കിത് തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ ബോർഡും കാര്യങ്ങൾ ഈ സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ ഊരിയെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബോർഡിൻ്റെ കേസിലാണ്. ഞാൻ പറഞ്ഞു, ഈ സ്ക്രൂ ഡ്രൈവറിൻ്റെ ടിപ്പൊക്കെ നമ്മൾ ഈ ബോർഡിൻ്റെ ഏതെങ്കിലും കമ്പോണൻറ്റിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബാറ്ററി നിങ്ങൾ റിലീസ് ചെയ്തിട്ടില്ല എന്നൊക്കെ കരുതുക. അത്രയും കേസിൽ കംപ്ലീറ്റ് ബോർഡ് ഷോർട്ടായി പോകും. സോ വളരെ കെയർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ സ്ക്രൂ ഒക്കെ വെക്കുന്ന സമയത്ത് അത്രയും കെയർ ചെയ്തിട്ട് തന്നെ ഇത് ചെയ്യണം. അല്ലെങ്കിൽ ബാറ്ററി റിലീസ് ചെയ്തിട്ട് ശേഷം എന്ത് ചെയ്യുക, സ്ക്രൂ കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ സപ്ലൈ കൊടുത്തിട്ടും സ്ക്രൂ അങ്ങനത്തെ ഒന്നും വെക്കാതിരിക്കുക. സപ്ലൈ കൊടുക്കുന്ന സമയത്തൊന്നും ബോഡിയിലൊന്നും ടച്ച് ചെയ്യാതിരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. നല്ല ചെറിയ ബോർഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഷോക്ക് അടിക്കുകയൊക്കെ ചെയ്യും, നല്ല ഷോക്ക് അടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കംപ്ലൈൻറ്റുകൾ നമുക്ക് തന്നെ ഈസി ആയിട്ട് നമ്മുടെ എമർജൻസി ലൈറ്റ് ശരിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഈ ബാറ്ററിയുടെ കേസാണ് നമുക്ക് പ്രശ്നമായിട്ട് വരിക. അപ്പോൾ ബാറ്ററി നമുക്ക് ഓൺലൈനിലൂടെ ഇതേപോലെ 6 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് ഇത് മേടിക്കാൻ പറ്റും. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇപ്പോൾ ഒരു കടയിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഇത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇതുപോലത്തെ ബാറ്ററിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഈ ബാറ്ററി പറ്റ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ബാറ്ററി നമുക്ക് റിപ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി വാട്ടർ അതുപോലത്തെ ഈ എന്താ പറയുക ഡീസൾഫേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബാറ്ററി നന്നാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യാം. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാറ്ററി റിപ്പയർ ചെയ്യാനും സാധിക്കുന്നതാണ്. അല്ലാത്ത കേസിൽ ബാറ്ററി ചേഞ്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് ബാറ്ററി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.